എല്ലാവർക്കും LDC റിവിഷൻ സീരീസിലെ അവസാന ക്ലാസ്സിലേക്ക് സ്വാഗതം. അതായത് നമ്മൾ ഇപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കറണ്ട് അഫെയറിൻ്റെ മെഗാ റിവിഷൻ ക്ലാസ് ആണ്. അതായത് നമ്മൾ ഏകദേശമുള്ള 100ഓളം ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കറണ്ട് അഫെയർ സീരീസ്. അപ്പം ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന ക്ലാസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റിവിഷൻ ക്ലാസ്. അപ്പോൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും നമ്മുടെ ചാനലിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസിൻ്റെ ഇട്ടേക്കാം. മാക്സിമം നിങ്ങളതിൽ കയറി കാണാൻ ശ്രമിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം റിവിഷൻ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അങ്ങ് പറഞ്ഞു പോവാം. ഓരോ ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം എന്താണ് കറണ്ട് അഫെയർ സീരീസിന് 20 മാർക്കാണ് വരുന്നത്. 20 മാർക്കും നമുക്ക് ലഭിക്കത്തക്ക വിധത്തിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ പറയാനുള്ളത് ആദ്യത്തെ ക്വസ്റ്റ്യൻ 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3യുടെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി അംഗീകരിച്ചത്? അപ്പോൾ ചോദ്യം എന്താണ്? 2023 ഓഗസ്റ്റിൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് ആദ്യമായി സ്ഥിരീകരിച്ചത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ ഏതാണ്? സൾഫറിൻ്റെയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചന്ദ്രയാൻ 3യുടെ പ്രഗ്യാൻ റോവർ ചന്ദ്രനിൽ ആദ്യമായിട്ട് ഏത് മൂലകത്തിൻ്റെ സാന്നിധ്യമാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ സൾഫറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ് ചന്ദ്രയാൻ 3യുമായിട്ട് ബന്ധപ്പെട്ട്. സൾഫർ മാത്രമല്ല, അലൂമിനിയം, കാൽസ്യം, അയൺ, ക്രോമിയം, ടൈറ്റാനിയം എന്നിവയുടെ സാന്നിധ്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ചന്ദ്രയാൻ 3യെക്കുറിച്ച് പറയുവാണെങ്കിൽ ചന്ദ്രയാൻ 3യൊക്കെ മാക്സിമം നിങ്ങൾ ഫുൾ നോക്കിയിട്ട് പോകണം. നമ്മൾ അതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കിയിട്ട് പോകണം. അതായത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ് 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. ബഹിരാകാശ പരിവേഷണത്തിനുള്ള ഇതാണ്. അതുപോലെ തന്നെ ചന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ലാൻഡിംഗ് നടത്തിയ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളറിയാം ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരാണ് ശിവശക്തി പോയിന്റ്. ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്താണ്? ശിവശക്തി പോയിന്റ് മറക്കല്ലേ. അതുപോലെ തന്നെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? LV-M3M4. പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേൽ. മിഷൻ ഡയറക്ടർ ആരായിരുന്നു? മോഹനകുമാർ. അതുപോലെ തന്നെ ഭ്രമണപഥത്തിലെത്തിയത് ഓഗസ്റ്റ് 5 2023 ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിലെത്തിയത്. അതുപോലെ തന്നെ മെയിൻ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. മെയിൻ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചിട്ടുള്ള പരീക്ഷണം. അതുപോലെ തന്നെ ചന്ദ്രനിലെ താപനില വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പെലോഡാണ് ചാസ്തെ. ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക എന്നതിനെക്കുറിച്ചാണ്. പിന്നെ അതിനുള്ള പെലോഡുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. നമ്മളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം മനസ്സിലാവുന്ന രീതിയിൽ തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മുടെ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികൾക്കും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ ജില്ല എന്നാണ്? കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ കണ്ണൂർ നമുക്കറിയാം. കണ്ണൂർ രാഷ്ട്രീയമായിട്ടൊക്കെ വളരെ ഹൈ നിൽക്കുന്ന ജില്ലയാണ്. എപ്പോഴും അവിടെയാണ് രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഓർത്ത് വെച്ചോ. വോട്ട് ചെയ്യാൻ അർഹതയുള്ള എല്ലാ കോളേജ് വിദ്യാർത്ഥികൾക്കും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. മറക്കല്ലേ. അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ വിവരാവകാശ കമ്മീഷൻ ആരാണ്? വി ഹരിനായരാണ് നിലവിലെ വിവരാവകാശ കമ്മീഷനായിട്ട് വരുന്നത്. വി ഹരിനായരാണ്. മറക്കല്ലേ. അതുപോലെ തന്നെ കേരളം പദവികളുടെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മാക്സിമം കയറി കാണാൻ ശ്രമിക്കുക. എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആരാണ്? വി വേണുവാണ് ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ 39ാം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഈയിടയ്ക്ക് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് മാറിയിരുന്നു. പുതിയ 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ ജാംദാറാണ്. പിന്നെ ചീഫ് സെക്രട്ടറി വി വേണുവാണ്. അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ജസ്റ്റ് ഓർക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ. ആ പദവികളുടെ കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കിയിട്ടൊന്ന് പോകണേ. അതുപോലെ തന്നെ പദവികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ IAS ആണ്. അങ്ങനെ തുടങ്ങിയ പിന്നെ നമ്മുടെ DGP ആരായിരുന്നു? DGP ദർവേഷ് സാഹിബാണ്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. കേരളം പദവികളോട് ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം എവിടെയാണ്? മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം എവിടെയാണെന്ന് വെച്ചാൽ സ്മാരകം വരുന്നത് എറണാകുളത്താണ്. അപ്പം മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള സ്മാരകം എറണാകുളത്താണ്. അതായത് നമ്മുടെ ഹൈക്കോടതിക്ക് സമീപം എറണാകുളം മറൈൻ ഡ്രൈവിലാണ്. ഈ സ്മാരകത്തിൻ്റെ പേരാണ് G സ്മാരകം. മറക്കല്ലേ, G സ്മാരകം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത്.
അതുപോലെ തന്നെ അടുത്തിടയ്ക്ക് വന്ന സ്മാരകങ്ങളുടെ കാര്യത്തിൽ പറയുവാണെങ്കിൽ AR രാജരാജവർമ്മ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ്. അതുപോലെ തന്നെ വേറെ വന്ന വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം വന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ്. അതുപോലെ തന്നെ കണ്ണശ സ്മാരകം വന്നത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ്. പ്രേം നസീർ സ്മാരക മന്ദിരം നിർമ്മിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിലാണ്. ജസ്റ്റ് നോർത്ത് നിന്നാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. രാജ്യത്താദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. ധർമ്മടം നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം വരുന്നത്. ധർമ്മടം കണ്ണൂർ ജില്ലയിലാണ് വരുന്നത്. അപ്പം ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജലബജറ്റ് തയ്യാറാക്കിയ നിയമസഭാ മണ്ഡലമാണ് ധർമ്മടം. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്, ഇപ്പോൾ ഇനി റിപ്പീറ്റ് അടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ബജറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയാണ് നമ്മുടെ നിർമ്മല സീതാരാമനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ആദ്യ കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. 2024-25 കേരള ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ്? കേരള ബജറ്റ് അവതരിപ്പിച്ച 2024-25 KN ബാലഗോപാൽ. മറക്കല്ലേ. അടുത്തത് നോക്കാം നമുക്ക്. അടുത്ത മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡ് അർഹനായത് ആർക്കാണ്? ഉമ്മൻചാണ്ടി സാറിനാണ്, ഉമ്മൻചാണ്ടിക്കാണ്. അപ്പോൾ മരണാനന്തര ബഹുമതിയായി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗാന്ധി ചെയർ അവാർഡിന് അർഹനായത് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ മറക്കല്ലേ. ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് എന്താണ്? ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടൊരു പുതിയൊരു പുസ്തകം വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി വേട്ടയാടപ്പെട്ട ജീവിതം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഡോക്ടർ MR തമ്പാനാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ കാലം സാക്ഷിയാണ്. കാലം സാക്ഷിയാണ്. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ജീവിതം ആസ്പദമാക്കി PT ചാക്കോ രചിച്ച പുസ്തകത്തിൻ്റെ പേരെന്താണ്? തുറന്നിട്ട വാതിൽ എന്നാണ്. തുറന്നിട്ട വാതിൽ. അടുത്തത് 2024 ജനുവരിയിൽ 62ാം സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. നമുക്കറിയാം 2024 ജനുവരിയിൽ നടന്ന 62ാം സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കപ്പ് കൊണ്ടുപോയതാരായിരുന്നു? കണ്ണൂരാണ്. നമ്മൾ പറഞ്ഞിരുന്നത് മമ്മൂട്ടി വന്നിരുന്നു. മമ്മൂട്ടി നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. മമ്മൂട്ടിയാണ് അതിൻ്റെ സമാപന ചടങ്ങിൽ വന്നത്. മമ്മൂട്ടി ഏത് സിനിമയിലാണ് അഭിനയിച്ച് കഴിഞ്ഞിട്ടാണ് വന്നത്? കണ്ണൂർ സ്കോഡ്. അപ്പം എങ്ങോട്ടായിരിക്കും മമ്മൂട്ടി കപ്പ് കൊണ്ടുപോകുന്നത്? കണ്ണൂരിലോട്ട്. അപ്പോൾ കൊല്ലത്തെ 62ാം സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലം. ജേതാവായത് കണ്ണൂർ ജില്ലയാണ്. അതുപോലെ തന്നെ കോഴിക്കോടായിരുന്നു 2ാം സ്ഥാനം ലഭിച്ചത്. പിന്നെ കലോത്സവവുമായിട്ട് ബന്ധപ്പെട്ട 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിൻ്റെ വേദി തൃശ്ശൂരായിരുന്നു. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കണേ. അടുത്തത് ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 സ്വാമി സംഗീത പുരസ്കാരം M ജയചന്ദ്രനാണ്. മറക്കല്ലേ. സംഗീതമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ശ്രീകുമാരൻ തമ്പി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ ശ്രീകുമാരൻ തമ്പി പുരസ്കാരം ലഭിച്ചത് ഗായകൻ P ജയചന്ദ്രനാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ആലപ്പി രംഗനാഥ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് M ജയചന്ദ്രനാണ്. അതുപോലെ തന്നെ പറയുവാണെങ്കിൽ വേറെ ഏതാണ്? 2024 ഹരിവരാസന പുരസ്കാര ജേതാവാരാണ്? PK വീരമണിദാസനാണ്. മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹിരാലാൽ സമരിയാണ്. ഹിരാലാൽ സമരി ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹിരാലാൽ സമരിയെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ഹിരാലാൽ സമരിയ 12ാമത്തെ വിവരാവകാശ കമ്മീഷണറാണ്. അതുപോലെ തന്നെ ദളിത് വിഭാഗത്തിൽ നിന്നും മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ് ഹിരാലാൽ സമരിയ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പദവികളുടെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കോഡുകളൊക്കെ വെച്ചാണ് നമ്മൾ ഓരോന്നും പറഞ്ഞിട്ടുള്ളത്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. മാക്സിമം കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ട്? 6.5% ആണ്. 6.5% വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ റേറ്റ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്? റിപ്പോ നിരക്ക് 6.5%. അതുപോലെ തന്നെ 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 8.2%. അപ്പോൾ തിരിഞ്ഞു പോയാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിപ്പോ നിരക്ക് എത്രയാണ്? 6.5%. അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് നിലവിലെ? ശക്തികാന്ത ദാസ്. 25ാമത്തെ ഗവർണറാണ് ശക്തികാന്ത ദാസ്. അതുപോലെ തന്നെ 2023-24 സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 8.2%. മറക്കല്ലേ. അതുപോലെ തന്നെ നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ആരാണ്? JP നദ്ദയാണ് നിലവിലെ. അപ്പം നമ്മുടെ മോദിയുടെ മോദി മന്ത്രിസഭയിലെ നിലവിലെ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്?
JP നദ്ദയാണ്. JP നദ്ദ നമുക്കറിയാം BJPയുടെ പ്രസിഡന്റ് കൂടിയാണ്. JP നദ്ദയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് കോഡൊക്കെ വെച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് തന്നെ പഠിച്ചെടുക്കുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് ഇട്ടേക്കുന്നത്. മാക്സിമം കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ JP നദ്ദയുടെ വകുപ്പ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി. അതുപോലെ തന്നെ വേറെ നിർമ്മല സീതാരാമനായിരുന്നു ധനകാര്യ വകുപ്പ്. അതുപോലെ തന്നെ ചേഞ്ച് വന്നിട്ടുള്ള പ്രധാനമായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ ലല്ലൻ സിംഗ് അഥവാ രാജീവ് രഞ്ജൻ സിംഗ് ആണ് പഞ്ചായത്ത് രാജ് മന്ത്രി. അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്നുണ്ട്. പിന്നെ കിരൺ റിജിജു ആണ് പാർലമെൻ്ററി കാര്യം ന്യൂനപക്ഷ കാര്യം. അപ്പോൾ നമ്മൾ ഈ റിവിഷൻ ക്ലാസ് എല്ലാവരുടെ ലിസ്റ്റ് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം കോഡൊക്കെ വെച്ചുള്ള ക്ലാസ് ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ടോപ്പിക്കിൻ്റെ ലിങ്ക് ഉണ്ട്. കയറി കാണാൻ ശ്രമിക്കുക. മാക്സിമം പഠിച്ചിട്ടില്ലാത്തവർ ജസ്റ്റ് മറന്നു പോകുന്ന പേടിയുള്ളവരും അതിനകത്തുനിന്ന് കയറി കാണാൻ ശ്രമിക്കുക. അടുത്തത് നിലവിലെ കേരള പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി ആരാണ്? OR കേളു ആണ്. OR കേളു ഈ അടുത്തിടയ്ക്കാണ് മന്ത്രിയായത്. ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. നിലവിലെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസന മന്ത്രി ആരാണ്? OR കേളു എങ്ങനെയാണ് മന്ത്രിയായത്? നമ്മുടെ ഓൾറെഡി മിനിസ്റ്റർ ആയിരുന്ന K രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഈ അടുത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയി അദ്ദേഹം ജയിച്ചതിന് നിന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചപ്പോഴാണ് അതിന് പകരമായിട്ട് വന്ന മന്ത്രിയാണ് OR കേളു, പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി. ഇദ്ദേഹത്തിന് ഈ 2 വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വേറെ വകുപ്പൊന്നും കൊടുത്തില്ല. നമ്മുടെ K രാധാകൃഷ്ണൻ മിനിസ്റ്റർ ഉപയോഗിച്ചിരുന്ന. അപ്പം ബാക്കിയുള്ള വകുപ്പുകൾ പോയത് പഠിച്ചു വെച്ചോ. ദേവസ്വം വകുപ്പ് പോയത് VN വാസവനാണ്. ദേവസ്വം വകുപ്പ് VN വാസവന് ദേവസ്വം വകുപ്പ് കൂടാതെ വേറെ ഏതൊക്കെയാണ്? തുറമുഖമുണ്ട്, സഹകരണമുണ്ട്. അപ്പോൾ ഇത്രയും വകുപ്പുകൾ VN വാസവനുണ്ട്. അതുപോലെ തന്നെ വേറെ വരുന്നത് ഏതാ? പിന്നെ വരുന്നത് പാർലമെൻ്ററി കാര്യം MB രാജേഷിനാണ് പോയത്. അപ്പം MB രാജേഷിൻ്റെ പാർലമെൻ്ററി കാര്യം കൂടാതെ ഏതൊക്കെയാണ്? എക്സൈസ് ഉണ്ട്, പിന്നെ ഏതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയും വകുപ്പുകളാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ പുതിയ മന്ത്രിയില്ലേ OR കേളുവിൻ്റെ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടിയാണ്. അടുത്തത് 2024 കാലാവസ്ഥ ഉച്ചകോടി COP29 വേദിയാവുന്ന രാജ്യം ഏതാണ്? അസർബൈജാനാണ്. അസർബൈജാനിലെ ബാക്കു എന്ന് പറഞ്ഞ നഗരമാണ് COP29 വേദിയാകുന്ന സ്ഥലമായിട്ട് വരുന്നത്. രാജ്യം അസർബൈജാനാണ്. COP29 നമുക്കറിയാം COP28 ഭയങ്കര ആകർഷിച്ചാണ്. COP28 അതെവിടെ വെച്ചായിരുന്നു? UAE ദുബായ് വെച്ചല്ലായിരുന്നു. അത് ഭയങ്കര ന്യൂസും കാര്യങ്ങളും ഒക്കെ വന്നേലേ. അപ്പോൾ COP29 അസർബൈജാൻ ബാക്കു. അപ്പോൾ ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വേദികളുമായിട്ട് ബന്ധപ്പെട്ട G7 ഉച്ചകോടി എവിടെയായിരുന്നു നടന്നത്? ഇറ്റലിയിലല്ലേ. അങ്ങനെ തുടങ്ങിയ വേദികളുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ ആരാണ്? 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? ജാനിക് സിന്നറാണ്. അപ്പം ജാനിക് സിന്നറാണ് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത്. ജാനിക് സിന്നർ. അപ്പം വനിതാ സിംഗിൾസിൽ നേടിയത് ആരാണ്? അരിയാനയാണ് നമ്മുടെ ഇതിൽ. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ജാനിക് സിന്നറാണ്. അതുപോലെ തന്നെ ജാനിക് സിന്നർ ഇറ്റലിക്കാരനാണ്. വനിതാ വിഭാഗം സിംഗിൾസിൽ നേടിയത് അരിയാന സബലങ്കയാണ്. പിന്നെ നമ്മുടെ പുരുഷ വിഭാഗം ഡബിൾസിൽ നമ്മുടെ ഇന്ത്യക്കാരനായ രോഹൻ ബൊപ്പണ്ണയും അതുപോലെ തന്നെ മാത്യു എബ്ഡണും പോയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. പിന്നെ ഇതിനായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? ഫ്രഞ്ച് ഓപ്പൺ ആണ് വരുന്നത്. പിന്നെ ഫ്രഞ്ച് ഓപ്പൺ 2023 നേടിയത് ആരാണ്? നൊവാക് ജോക്കോവിച്ച് ആണ് പുരുഷ സിംഗിൾസ്. സെർബിയക്കാരനാണ്. വനിതാ സിംഗിൾസ് ഇഗ സിയാടെക്. പിന്നെ വരുന്നത് വിംബിൾട്ടൺ 2023 കഴിഞ്ഞിട്ടുള്ള നിലവിൽ. വിംബിൾട്ടൺ 2023 പുരുഷ വിഭാഗം കാർലോസ് അൽക്കാരസ്. വനിതാ വിഭാഗം മാർക്കറ്റ വണ്ടറസോവ. അപ്പം ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതിയേ. അപ്പോൾ 2024 ഇമ്പോർട്ടൻറ്റ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ജനുവരിയിൽ സംതിങ്. അപ്പോൾ പുരുഷ വിഭാഗം സിംഗിൾസ് ജാനിക് സിന്നർ മറക്കല്ലേ, ജാനിക് സിന്നർ. അതുപോലെ തന്നെ വനിതാ വിഭാഗം വരുന്ന ആരിയാന സബലങ്ക കേട്ടോ. ആരിയാന സബലങ്ക. അപ്പം ജാനിക് സിന്നർ, ആരിയാന സബലങ്ക ബെലാറസുകാരിയും ജാനിക് സിന്നർ ഇറ്റലിക്കാരിയുമാണ്. മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 95ാമത് ഓസ്കാർ അവാർഡ് 2024 മികച്ച നടനാരാണ്? കീലിയൻ മർഫിയാണ്.
കീലിയൻ മർഫി ഓപ്പൺഹൈമറെ. ഓസ്കാർ ഒരു മാർക്ക് ഉറപ്പിച്ചോ, ഓസ്കാറിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻ വരുവേ, ഷുവറായിട്ട് ഞാൻ എഴുതി ഒപ്പിടാം, ഷുവറായിട്ട് നമുക്ക് ഓസ്കാറിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. എടുത്തു വെച്ചോ. 96ാമത് ഓസ്കാർ അവാർഡ് 2024 മികച്ച നടൻ ആരാണ്? കീലിയൻ മർഫി ഓപ്പൺഹൈമർ. അപ്പോൾ മികച്ച നടി ആരാണ്? 96ാമത് ഓസ്കാർ അവാർഡ് 2024 മികച്ച നടൻ കീലിയൻ മർഫി ഓപ്പൺഹൈമർ. ഈ കീലിയൻ മർഫിക്ക് ആദ്യമായിട്ടാണ് ഒരു ഐറിഷ് താരത്തിന് കിട്ടുന്നത് കേട്ടോ, അവാർഡ് കിട്ടുന്നത് ഐറിഷ് താരത്തിന്. അപ്പോൾ ഓസ്കാറിൽ തന്നെ ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ ചിത്രമാണ് ഈ ഓപ്പൺഹൈമർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ. മികച്ച നടി ആരാണ്? 96ാമത് ഓസ്കാറിലെ എമ്മ സ്റ്റോൺ ആണ് മികച്ച നടിയായിട്ട് വന്നത്. എമ്മ സ്റ്റോണിന് ലഭിക്കാൻ കാരണമായ ചിത്രം ഏതാണ്? പൂവർ തിങ്സ് എന്ന് പറഞ്ഞ ചിത്രമാണ്. പിന്നെ നമ്മുടെ മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുത്തത് ക്രിസ്റ്റഫർ നോളനെയാണ്. ക്രിസ്റ്റഫർ നോളൻ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ക്രിസ്റ്റഫർ നോളനെ അറിയാലോ, ഇൻട്രസ്റ്റെല്ലാറും ഇൻസെപ്ഷനും അങ്ങനെ തുടങ്ങിയ സിനിമയിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹമാണ് നമ്മുടെ ഓപ്പൺഹൈമറിൻ്റെ സംവിധായകൻ. അതിനാണ് അദ്ദേഹത്തിന് മികച്ച സംവിധാനമുള്ള 96ാമത് ഓസ്കാർ കിട്ടിയത്. മികച്ച ചിത്രം ഏതാണ്? മികച്ച ചിത്രം ഓഫ് കോഴ്സ് ഏതായിരിക്കും? ഓപ്പൺഹൈമർ ആണ് മികച്ച ചിത്രമായിട്ട് വരുന്നത്. ഓപ്പൺഹൈമർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓപ്പൺഹൈമർ ഏകദേശം 7 അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അമേരിക്കയിലൊക്കെ ആറ്റം ബോംബ് ഉണ്ടാക്കിയൊരു ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ട്. ആ ശാസ്ത്രജ്ഞൻ്റെ ജീവചരിത്രമാണ് ഓപ്പൺഹൈമർ എന്ന് പറഞ്ഞ സിനിമയായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് മികച്ച ഡോക്യുമെൻ്ററി ഫീച്ചർ ഫിലിം ഉണ്ട് നമ്മുടെ അവാർഡിൽ. അത് ഏതാണ്? ഓസ്കാറിലെ 20 Days in Mariupol ആണ്. 20 Days in Mariupol. പിന്നെ 96ാമത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്ന് പറഞ്ഞാൽ 2018 ആണ്. നമ്മൾ മലയാള സിനിമയായ 2018 ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ പ്രധാനപ്പെട്ട സിനിമ അവാർഡ്സ് എല്ലാം നോക്കിയിട്ട് പോകണേ. പ്രധാനപ്പെട്ട സിനിമ അവാർഡ്സ് എല്ലാം ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അത്യാവശ്യം വേണ്ടവരെന്ന് കയറി കാണുക. അതുപോലെ തന്നെ സിനിമ അവാർഡ്സ് പ്രധാനപ്പെട്ടതെല്ലാം നോക്കിയിട്ട് വേണം. ഓസ്കാർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാൽ നോബൽ പ്രൈസ് 2023 രസതന്ത്ര വിഭാഗത്തിൽ അവാർഡ് ലഭിച്ച ആരൊക്കെയാണ്? മൗഗി ബാവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്കിമോവ്. അപ്പം നോബൽ പ്രൈസും നമ്മുടെ ഈ ഓസ്കാർ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് നോബൽ പ്രൈസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ഷുവറാണ്. അപ്പോൾ പഠിച്ചു വെച്ചോ. നോബൽ പ്രൈസ് 2023 രസതന്ത്രം വിഭാഗത്തിൽ അവാർഡ് ലഭിച്ചവരാരൊക്കെയാണ്? മൗഗി ബാവണ്ടി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ എക്കിമോവ്. ഇവർക്ക് എന്തിനാണ് ലഭിച്ചത്? വിഷയം എന്താണ്? ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് ഇവർക്ക് ഈ അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഫിസിക്സിലുണ്ട്. ഭൗതികശാസ്ത്രത്തിൽ അവാർഡിൽ കിട്ടിയവരാരൊക്കെയായിരുന്നു? പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രോസും ആനി എൽ ഹ്യൂലിയറുമാണ്. അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിൽ ഡ്രൂ വെയ്സ്മാനും കാറ്റലിൻ കരീക്കോയുമാണ്. പിന്നെ സാഹിത്യം ആരാണ്? ജോൺ ഫോസെ, നോർവീജിയൻ സാഹിത്യകാരൻ. സാമ്പത്തിക ശാസ്ത്രം ആരാണ്? ക്ലോഡിയ ഗോൾഡിൻ, അമേരിക്ക. അതുപോലെ തന്നെ സമാധാനം ആരാണ്? നർഗീസ് മുഹമ്മദ് ഇറാൻ കേട്ടോ. അതുപോലെ തന്നെ നോബലിൻ്റെ പുതുക്കിയ സമ്മാനത്തുകയാണ് 11 മില്യൺ സ്വീഡിഷ് ക്രോൺ. ജസ്റ്റ് ഇത്ര ഓർത്തപ്പം പറഞ്ഞതാണ്. നോബലിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മാക്സിമം നോബൽ പ്രൈസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതരത്ന പുരസ്കാരം 2024 ലഭിച്ച ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു ആണ്. അപ്പോൾ നമുക്കറിയാം ഭാരതരത്ന പുരസ്കാരം 5 പേർക്കാണ് 2024 ലഭിച്ചത്. 5 പേർക്കാണ്. അപ്പോൾ ഒന്നാമത്തെ ആൾ നമ്മുടെ ഈ PV നരസിംഹറാവു ആണ്. 5 പേര് ആരൊക്കെയാണ്? MS സ്വാമിനാഥൻ മരണാനന്തരം, ചരൺ സിംഗ് മരണാനന്തരം, PV നരസിംഹറാവു മരണാനന്തരം, അതുപോലെ തന്നെ കൽപൂരി ടാക്കൂർ മരണാനന്തരം. അതുപോലെ തന്നെ ഇപ്പം അത് മരണാനന്തരം കൂടാതെ LK അദ്വാനിക്കും കിട്ടിയിട്ടുണ്ട്. LK അദ്വാനിക്ക് ഭാരതരത്ന നേടുന്ന 50ാമത്തെ വ്യക്തിയാണ് LK അദ്വാനി. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അടുത്തത് 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2023 ലഭിച്ച ഉറുദു സാഹിത്യകാരനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഒരു മിനിറ്റ്, ഇത് പറയുന്നതിന് മുമ്പ് 1 മിനിറ്റ്. ഭാരതരത്ന പുരസ്കാരം, പത്മവിഭൂഷൺ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണേ. പത്മശ്രീയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. അന്ന് മെയിനായിട്ടുള്ളവരെല്ലാം നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകണം അതല്ല. പിന്നെ അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2023 ലഭിച്ച ഉറുദു സാഹിത്യകാരൻ ആരാന്ന് ചോദിച്ചാൽ ഗുൽസാറാണ്. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2023 ലഭിച്ചത് ആർക്കൊക്കെയാണ്? 2 പേർക്കാണ് ലഭിച്ചത്. ഗുൽസാറിന് ലഭിച്ചു. അതുപോലെ തന്നെ സ്വാമി രാമഭദ്രാചാര്യയ്ക്ക് ലഭിച്ചു. അപ്പോൾ ഗുൽസാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുൽസാർ എന്താണ്? ഉറുദു സാഹിത്യകാരനാണ്. ഗുൽസാറിൻ്റെ ജീവചരിത്രമാണ് ബികാസ് ഹി ഈസ് എന്ന് പറയുന്നത് ഗുൽസാറിനെയാണ്. പിന്നെ ഗുൽസാറിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യമുണ്ട്. 2009 ഓസ്കാർ ലഭിച്ച സ്ലം ഡോഗ് മില്ലിയനെയറിലെ ജയ്ഹോ എന്ന ഗാനത്തിൻ്റെ രചയിതാവാണ് ഈ ഗുൽസാർ എന്ന് പറയുന്നത്. പിന്നെ ഉറുദു ഭാഷയ്ക്കുള്ള 5ാമത്തെ ജ്ഞാനപീഠമാണ് കിട്ടുന്നത് ഗുൽസാറിലൂടെ കിട്ടുന്നത്. പിന്നെ 2ാമത്തെ വ്യക്തി ആരാണ്? ജസ്റ്റ് അതോടെ ഒന്ന് പറഞ്ഞു പോയാൽ രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ സ്വാമി
രാമഭദ്രാചാര്യ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം സംസ്കൃത ഭാഷയിലെ സാഹിത്യകാരനാണ്. സംസ്കൃത ഭാഷയിൽ നിന്ന് ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ ട്രക്കോമ കാരണം കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം. 58ാമത് ജ്ഞാനപീഠ പുരസ്കാരം 2023 ലഭിച്ച ട്രക്കോമ കാരണം നഷ്ടപ്പെട്ട ആരാണെന്ന് ചോദിക്കാം. അപ്പോൾ ആരാണ്? സ്വാമി രാമഭദ്രാചാര്യാണ്. സ്വാമി രാമഭദ്രാചാര്യാണ്, മറക്കല്ലേ. സ്വാമി രാമഭദ്രാചാര്യാണ്, മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 എഴുത്തച്ഛൻ പുരസ്കാരം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഡോക്ടർ എസ് കെ വസന്തനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് ഡോക്ടർ എസ് കെ വസന്തൻ. എസ് കെ വസന്തൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതിനാണ് കിട്ടിയത്. അദ്ദേഹം എസ് കെ വസന്തൻ്റെ പ്രധാന രചനകൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, പടിഞ്ഞാറൻ കാവ്യ മീമാംസ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി. അപ്പം ഇത്ര ഓർത്തിരുന്നാൽ മതി. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തൻ. ഡോക്ടർ എസ് കെ വസന്തൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. 47ാമത് വയലാർ പുരസ്കാരം 2023 നേടിയതാരാണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പി കേട്ടോ. ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിക്ക് ഏത് കൃതിയാണ്? ജീവിതം ഒരു പെൻഡിലും എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം 5 ലക്ഷം രൂപ. വയലാർ അവാർഡിൻ്റെ പുരസ്കാര തുക എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ്റെ രൂപകൽപ്പന ചെയ്ത ശില്പം അടങ്ങുന്നതാണ് വയലാർ അവാർഡിൻ്റെ സമ്മാനമായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് പത്മപ്രഭ പുരസ്കാരം പഠിക്കേണ്ടതായിട്ടുണ്ട്. പത്മപ്രഭ പുരസ്കാരം 2023 ജേതാവാരാണ്? സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത്. പിന്നെ ONV സാഹിത്യ പുരസ്കാരം 2023 ജേതാവാരായിരുന്നു? സി രാധാകൃഷ്ണനാണ്. ONV സാഹിത്യ പുരസ്കാരം സി രാധാകൃഷ്ണനാണ്. പിന്നെ 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് 2023 ആരാണ്? PN ഗോപികൃഷ്ണനാണ്. ഓടക്കുഴൽ പുരസ്കാരം 2023 PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഫോജിയാണ് വരുന്നത്. അതുപോലെ തന്നെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 നേടിയത് സക്കറിയ. അപ്പം ജസ്റ്റ് നോക്കിയാൽ നമ്മൾ കേരളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ എന്നൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. അതിൽ വേണ്ടവരെന്ന് കയറി കണ്ടാൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇട്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവായതാണ്? വിയ്യപുരം ചുണ്ടനാണ്. 69ാമത് വള്ളംകളി നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് ആരാണ്? വിയ്യപുരം ചുണ്ടനാണ് 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാവ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്ത ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ ആരാണ്? SR ബൈജു ആണ്. ആദിത്യ L1ൻ്റെ മിഷൻ ഡയറക്ടർ എന്ന് പറയുമ്പോൾ SR ബൈജു ആണ്. മാർക്കല്ലേ, SR ബൈജു ആണ്. അപ്പോൾ ആദിത്യ L1ഉം നമ്മുടെ ചന്ദ്രയാൻ 3 പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ആദിത്യ L1. ആദിത്യ L1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത്. ആദിത്യ L1ൻ്റെ ചിലവെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ചിലവെന്ന് പറയുമ്പോൾ 400 കോടിയാണ് ചിലവ് വരുന്നത്. അതുപോലെ തന്നെ വിക്ഷേപിച്ചത് എന്നാണ് 2023 സെപ്റ്റംബർ 2-നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം PSLV C-57 57 PSLV C-57. പിന്നെ അതുപോലെ തന്നെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി, അതുപോലെ തന്നെ മിഷൻ ഡയറക്ടർ SR ബൈജു ആണ് വരുന്നത്. പിന്നെ ലക്ഷ്യസ്ഥാനത്തെത്തിയത് 2024 ജനുവരി 6-നാണ്. ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് എത്രയാണ്? 5 വർഷം 2 മാസമാണ് കാലാവധിയായിട്ട് വരുന്നത്. പിന്നെ എത്രയാണ് ഇതിൻ്റെ ചീഫ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ആദിത്യ L1ൻ്റെ ചീഫ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ശങ്കര സുബ്രഹ്മണ്യനാണ് വരുന്നത്. അപ്പം ആദിത്യ L1ഉം നിങ്ങളും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കിയിട്ട് പോണേ. അടുത്ത ക്വസ്റ്റ്യൻ, തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ അയച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ അയച്ച ഉപഗ്രഹമാണ് എക്സ്പോസാറ്റും ആദിത്യ L1 ചന്ദ്രയാൻ 3 അതുപോലെ പറഞ്ഞതിലോട്ട് അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എക്സ്പോസാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഫുൾ ഫോം? എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ്. അത് വിക്ഷേപിച്ചത് എന്നാണ് 2024 ജനുവരി 1-നാണ് അത് വിക്ഷേപിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ വിക്ഷേപണ വാഹനം എന്ന് പറയുമ്പോൾ PSLV C-58 ആണ്. PSLV C-58 ആണ്. തിരിഞ്ഞു പോലെ C-57 ആദിത്യ L1, PSLV C-58 ആണ് എക്സ്പോസാറ്റ് കേട്ടോ. അതുപോലെ തന്നെ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം കേട്ടോ. തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഉപഗ്രഹം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ആദ്യത്തെ രാജ്യം US ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ ഈ മിഷനൊപ്പം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSATും വിക്ഷേപിച്ചു. അപ്പോൾ അതോടെ ഓർക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ എക്സ്പോസാറ്റിൻ്റെ കൂടെ നമ്മുടെ എന്താണ് ഈ പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച VSAT കൂടെ നമ്മുടെ എക്സ്പോസാറ്റിൻ്റെ കൂടെ വിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മുടെ പൂജപ്പുര LBS എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച VSAT കേട്ടോ. VSATിൻ്റെ ലക്ഷ്യം എന്താണ്? കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കാനാണ് ഈ VSAT ഇതിൻ്റെ കൂടെ വിക്ഷേപിച്ചത്. മറക്കല്ലേ. അടുത്ത് നമുക്ക് നോക്കാം.
കേരള സംസ്ഥാന വാട്ടർ അതോറിറ്റി ആരംഭിച്ച ഉപഭോക്തൃ പരിഹാര സോഫ്റ്റ്വെയർ സംവിധാനമാണ് അക്വാലൂം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സംസ്ഥാന വാട്ടർ അതോറിറ്റി ആരംഭിച്ച ഉപഭോക്തൃ പരാതി പരിഹാര സോഫ്റ്റ്വെയർ സംവിധാനമാണ് അക്വാലൂം. കേരളത്തിലെ പോർട്ടലുകൾ സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. ചെറിയൊരു ക്ലാസ്സാണ്, അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി. കേട്ടോ, മറക്കല്ലേ. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി. അടുത്തത്, കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് DDAD. കേട്ടോ, ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്, DDAD. അപ്പം 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അപ്പോൾ എന്താണ്, കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് DDAD അഥവാ ഡിജിറ്റൽ ഡി അഡിക്ഷൻ. 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ്. അതുപോലെ തന്നെ തലസ്ഥാന ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതിയാണ് പ്രൊജക്ട് എക്സ്. മറക്കല്ലേ, പ്രൊജക്ട് എക്സ് ഒക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ പദ്ധതികളൊക്കെ. തലസ്ഥാന ജില്ല തിരുവനന്തപുരം അല്ലേ? അപ്പോൾ തലസ്ഥാന ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് പ്രൊജക്ട് എക്സ്. മറക്കല്ലേ. അടുത്തത്, കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ തൊഴിലിടങ്ങളിലെ ശിശു പരിപാലന കേന്ദ്രമാണ് ക്രേഷ് പദ്ധതി. അപ്പോൾ ഈ പദ്ധതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് തറവാവട്ടെ. ഒന്നുകൂടെ പറയാം. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും ബ്രെയിൻ ലിപി പഠിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ദീപ്തി പദ്ധതി. അടുത്തത്, കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി കുറയ്ക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച DDAD ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്ന പദ്ധതി 18 വയസ്സിലുള്ള കുട്ടികൾക്കാണ്. അതുപോലെ തന്നെ തലസ്ഥാന ജില്ലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് പ്രൊജക്ട് എക്സ്. അതുപോലെ തന്നെ കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ തൊഴിലിടങ്ങളിലെ ശിശു പരിപാലന കേന്ദ്രമാണ് ക്രേഷ് പദ്ധതി. മറക്കല്ലേ, ക്രേഷ് പദ്ധതി. അടുത്തത്, നമ്മുടെ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് കിട്ടിയ സ്വർണ്ണ മെഡലുകൾ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് കിട്ടിയ സ്വർണ്ണ മെഡലുകൾ എത്ര? 28 സ്വർണ്ണ മെഡലുകൾ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട് 19ാമത് ഏഷ്യൻ ഗെയിംസിൽ. അതുപോലെ തന്നെ ടോട്ടൽ ഇന്ത്യക്ക് 107 മെഡൽ കിട്ടിയിട്ടുണ്ട്. 28 സ്വർണ്ണവും 38 വെള്ളിയും കിട്ടിയിട്ടുണ്ട്. ബാക്കി വെങ്കലവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 107 മെഡലാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യക്ക് ടോട്ടൽ കിട്ടിയ മെഡൽ. അതുപോലെ 28 സ്വർണ്ണങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. കേട്ടോ, അതുപോലെ തന്നെ ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023 ഗ്ലോബൽ അംബാസഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023 ഗ്ലോബൽ അംബാസഡർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. അതുപോലെ തന്നെ നമ്മുടെ ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023 വിജയം ആരാന്നറിയാമല്ലോ? ഓസ്ട്രേലിയയാണ് വിജയമായിട്ട് വരുന്നത്. ഓസ്ട്രേലിയയിലെ ക്യാപ്റ്റൻ ആരാണ്? ഓസ്ട്രേലിയക്ക് കിട്ടുന്ന 6ാമത്തെ കിരീടമാണ്. മറക്കല്ലേ, ഓസ്ട്രേലിയക്ക് ICC പുരുഷ ഏകദിന ലോകകപ്പ് 2023 ഓസ്ട്രേലിയക്ക് കിട്ടുന്ന 6ാമത്തെ കിരീടമാണ്. അവരുടെ ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ആയിരുന്നു. നമ്മുടെ ഇന്ത്യ റണ്ണറപ്പായിട്ട് വന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരെന്ന് അറിയാലോ? രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ക്യാപ്റ്റനായിട്ട് വരുന്നത്. ഫൈനലിന് വേദിയായത് 2023 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിന് വേദിയായത് ഏതാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദാണ്. അതുപോലെ തന്നെ ഫൈനലിലെ താരം ട്രാവിസ് ഹെഡ്. അതുപോലെ തന്നെ ടൂർണമെൻറ്റിലെ താരം ആരാണ്? വിരാട് കോഹ്ലിയാണ് ടൂർണമെൻറ്റിലെ താരമായിട്ട് വന്നത്. പിന്നെ നമ്മുടെ 2023 ICC ഏകദിന ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്നൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഭാഗ്യചിഹ്നം എന്ന് പറയുമ്പോൾ ബ്ലേസ് ആൻഡ് ടോങ് ആണ്. ബ്ലേസ് എന്ന് പറയുന്നത് സ്ത്രീ ചിഹ്നവും ദ്രുതഗതിയിൽ പന്തെറിയുന്നതും, ടോങ് എന്ന് പറഞ്ഞാൽ പുരുഷ ചിഹ്നവും ശാന്തതയോടെ ബാറ്റ് ചെയ്യുന്നതും. മറക്കല്ലേ. അതുപോലെ തന്നെ ICC ലോകകപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഔദ്യോഗിക ഗാനം ഉണ്ടായിരുന്നു, ദിൽ ജഷൻ പോലെ. സംഗീതം നൽകിയ പ്രീതം ചക്രവർത്തിയും അഭിനയിച്ചത് രൺവീർ സിംഗുമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന ICC T20 വേൾഡ് കപ്പ് 2024 നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മൾ ഇന്ത്യ കപ്പ് നേടിയ വേൾഡ് കപ്പാണ്. അത് എവിടെ വെച്ചായിരുന്നു നടന്നത്? US-ലും അതുപോലെ തന്നെ വെസ്റ്റ് ഇൻഡീസിലുമാണ് അത് നടന്നത്. ഈ T20 വേൾഡ് കപ്പ് ഇന്ത്യയാണ് ചാമ്പ്യന്മാരായിട്ട്. മറക്കല്ലേ. അതുപോലെ തന്നെ വേദികളും കാര്യങ്ങളും ഒന്നും മറക്കല്ലേ. സ്പോർട്സ് വേദികൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ICC ലോകകപ്പ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു ക്ലാസ്സും ചെയ്തിട്ടുണ്ട്. മാക്സിമം അതിനകത്തെല്ലാം നമ്മൾ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് 2026 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എന്നാണ് വെച്ചാൽ 2026 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് വേദി എന്നാണ് USA, കാനഡ, മെക്സിക്കോ. കേട്ടോ, 2026 ഫിഫ മെൻസ് വേൾഡ് കപ്പ് വേദിയാണ് USA, കാനഡ, മെക്സിക്കോ.
കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി ഇവിടെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയയിലാണ്. അത് ആർക്കാണ് ലഭിച്ചത്? സ്പെയിനിനാണ് ലഭിച്ചത് വനിതാ ഫുട്ബോൾ ലോകകപ്പ്. പ്രീവിയസ് ആയിട്ടൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു, നമ്മുടെ 2 ആഴ്ച മുമ്പ് നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ജേതാവാരെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ടീമാണ്? സ്പെയിനാണ് ജേതാവായിട്ട് വന്നത്. പിന്നെ അറിയാമല്ലോ 2022 ലോകകപ്പ് ജയിച്ചതാരാണ്? അർജൻറ്റീനയാണ് ജയിച്ചത്. അപ്പോൾ 2026 പുരുഷ ഫുട്ബോൾ ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? USA, കാനഡ, മെക്സിക്കോ, മറക്കല്ലേ. അതുപോലെ തന്നെ 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2023 വേദി തമിഴ്നാടാണ് വരുന്നത്. ചാമ്പ്യന്മാർ മഹാരാഷ്ട്രയാണ്. അതുപോലെ തന്നെ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്ത ആരാണ്? കിഷോർ മക്വാന, 7ാമത്തെ ആളാണ്. 7ാമത്തെ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ്. അപ്പോൾ എന്താണ്? കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാന, 7ാമത്തെ ആളാണ്. അടുത്തത് ഛത്തീസ്ഗഡ് പുതിയ മുഖ്യമന്ത്രി ആരാണ്? വിഷ്ണു ഡിയോ സായി കേട്ടോ. അപ്പോൾ അടുത്തിടെ നമ്മുടെ ഇന്ത്യ വന്നിട്ടുള്ള മുഖ്യമന്ത്രിമാരുടെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കണേ, മറക്കല്ലേ. അതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോകണേ. അടുത്തിടെ വന്ന നമ്മുടെ മുഖ്യമന്ത്രിമാർ പുതിയ കുറേ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പൊക്കെ കടന്നല്ലോ, അതൊന്ന് പഠിച്ചിട്ട് പോകണം. അടുത്തത് ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ CEO ആൻഡ് ചെയർപേഴ്സൺ ആരാണ്? ജയ വർമ്മ സിൻഹ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ പുതിയ CEO ആൻഡ് ചെയർപേഴ്സൺ ആരാണ്? ജയ വർമ്മ സിൻഹ. ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ്. അതുപോലെ തന്നെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ MD ആരാണ്? ദിവ്യ S. അയ്യർ. അപ്പോൾ വിഴിഞ്ഞമൊക്കെ വളരെ ഇപ്പം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ടോപ്പിക്കാണ്, ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം ഈ ദിവ്യ S. അയ്യർ മേഡം അതുപോലെ തന്നെ അവരും കുറച്ച് മാധ്യമ ശ്രദ്ധയൊക്കെ ഈ കഴിഞ്ഞ കാലത്ത് ഭയങ്കര രീതിയിൽ വന്നിരുന്നു, അവർക്കും ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് അവരെ പറ്റി ഒരു ചോദ്യം ചോദിക്കാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്താണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൻ്റെ MD ആരാന്ന് ചോദിച്ചാൽ, MD മീൻസ് മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം ദിവ്യ എസ് അയ്യർ. അടുത്തത് കേരള ബാങ്കിൻ്റെ പുതിയ CEO ആരാണ്? കേരള ബാങ്കിൻ്റെ പുതിയ CEO ആരാണ്? ജോർട്ടി എം ചാക്കോ. അപ്പോൾ അതുപോലെ തന്നെ കേരള ബാങ്കിൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് പോകണേ. കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറി. കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ആരാണ്? ഗോപി കോട്ടമുറി. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആണ് MK കണ്ണൻ. അതെല്ലാം പഠിച്ചിട്ട് പോകണേ. കേരള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കേരളം പദവികൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മളിതെല്ലാം കോഡ് വെച്ച് തന്നെ പറഞ്ഞ് വളരെ സിമ്പിളായിട്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ കണ്ടിട്ടുള്ള കൂട്ടുകാർക്കറിയാം. അതൊക്കെ വളരെ അവരൊക്കെ ഓർത്തിരിക്കും നല്ല രീതിയിൽ. അതുപോലെ തന്നെ ലോക ശ്രവണ ദിനത്തിൽ WHO പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി 2021 ആരാണ്? റിസ്വാന. മറക്കല്ലേ. ലോക ശ്രവണ ദിനത്തിൽ WHO പോസ്റ്ററിൽ ഇടം നേടിയ മലയാളി ആരാന്ന് ചോദിച്ചാൽ പറയണം റിസ്വാന. അതുപോലെ തന്നെ 2024 33ാം ഒളിമ്പിക്സിൻ്റെ ചിഹ്നം ഏതാണ്? അപ്പോൾ നമുക്കറിയാം 33ാമത് ഒളിമ്പിക്സ് എവിടെ വെച്ചാണ് ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. എവിടെ വെച്ചാണ് നടക്കുന്നത്? 33ാമത് ഒളിമ്പിക്സ് നടക്കുന്നത് പാരീസിൽ വെച്ചാണ്. ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് 33ാമത് ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു തൊപ്പിയാണ്. അതായത് ഫ്രഞ്ച് വിപ്ലവമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു തൊപ്പിയാണ് ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അതെനിക്ക് ഞാൻ പറഞ്ഞുതരാമേ. അതെന്ത് പറഞ്ഞുതരാമേ, ഒരു മിനിറ്റ്. ചിലപ്പം പരീക്ഷയ്ക്ക് വേഗം ചോദിച്ചാലോ. അതായത് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നമായ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രതീകമായുള്ള ഫ്രീജിയൻ തൊപ്പികൾ എന്നാണ് പറയുന്നത്. ഫ്രീജിയൻ. അപ്പോൾ നമ്മളോട് ചോദിക്കും 2024 33ാമത് ഒളിമ്പിക്സിൻ്റെ ഭാഗ്യചിഹ്നം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം ഫ്രിഡ്ജ് കേട്ടോ. ഫ്രിഡ്ജ് പറയണം. പിന്നെ അതുപോലെ തന്നെ ഒളിമ്പിക്സിൽ ഓർത്ത് വെക്കേണ്ട വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒളിമ്പിക്സിൽ വേദിയാവുന്ന ആദ്യ വലിയ നഗരമാണ് നമ്മുടെ പാരീസ് കേട്ടോ, ഫ്രാൻസിലെ പാരീസ്. അതുപോലെ തന്നെ ഒളിമ്പിക്സ് ജൂറി ആകുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കിസ് മീർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒളിമ്പിക്സ് ജൂറി ആവുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് ബിൽക്കിസ് മീർ. മറക്കല്ലേ. അതുപോലെ തന്നെ 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം ഏതാണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. അപ്പോൾ 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം ഏതാണ്? തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും. തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2-നാണ്. അപ്പോൾ മറക്കല്ലേ. നമ്മൾ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രമേയങ്ങളും എന്ന് പറഞ്ഞൊരു ക്ലാസ് ഇട്ടിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. 10-12 മിനിറ്റിൻ്റെ ക്ലാസ്സാണ്. മാക്സിമം നോക്കിയിട്ട് പോവാം എല്ലാവരും കേട്ടോ. അടുത്തത് 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം ആരാണ്? സ്ട്രാസ്ബർഗ് ആണ്. എന്താണ്? സ്റ്റാർസ്ബർഗ് എന്നാണ് വരുന്നത്. സ്ട്രാസ്ബർഗ് എന്നാണ് പറയുന്നത്. സ്ട്രാസ്ബർഗിലാണ് 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം സ്ട്രാസ്ബർഗ് എന്നാണ് പറയുന്നത്. 2021 ആക്രയായിരുന്നു. നമ്മൾ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നതിനും ഈ സ്ട്രാക്സിനെ സ്റ്റാറായിട്ട് കണക്കാക്കുക. സ്റ്റാർബർഗ് സ്റ്റാറാണെന്ന് കണക്കാക്കുക. നമ്മൾ എന്താണ് പറഞ്ഞത്? 2023 ആക്രിയൊക്കെ പറക്കിയിട്ട് ആക്രി പറക്കുന്ന എങ്ങനെ? പുസ്തകം കണ്ടല്ലേ, പുസ്തകം വെച്ച് ആക്രിയൊക്കെ പറക്കി വിറ്റ് നമ്മൾ കോടീശ്വരനായിട്ടൊരു വലിയൊരു സ്റ്റാർ ആവും എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പം 2024 യുനെസ്കോ ലോക പുസ്തക തലസ്ഥാനം ഏതാണ്?
സ്ട്രാസ്ബർഗ് ആണ്. സ്ട്രാസ്ബർഗ് എന്ന് ഓർത്ത് വെച്ചോ. 2023 അക്രയാണ്. അതുപോലെ തന്നെ 2024 യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ്, മറക്കല്ലേ. സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഓവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? അതും കോഴിക്കോടാണ്. സംസ്ഥാനത്ത് ആദ്യമായി പ്ലാസ്മോഡിയം ഓവൈൽ മലേറിയ സ്ഥിരീകരിച്ച ജില്ല കോഴിക്കോടാണ്. അടുത്തത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. മാർക്കല്ലേ, ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്, മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. അപ്പം ഇന്ത്യ അടുത്തിടെ നടത്തിയ ഓപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിയിട്ടേ പോകാവൂ. അതുപോലെ തന്നെ 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉത്കേല വിമാനത്താവളം ഏതാണ്? ഒഡീഷ. കഴിഞ്ഞ ആഴ്ച നടന്ന എക്സാമിന് ചോദിച്ചാണ്, റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട എന്താണ്? ഉത്കേല വിമാനത്താവളം എവിടെയാണ്? ഒഡീഷ. അതുപോലെ തന്നെ 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? തേജ് കേട്ടോ, തേജ് ചുഴലിക്കാറ്റ്. 2023 ഒക്ടോബറിൽ അറബിക്കടലിൽ രൂപം കണ്ട ചുഴലിക്കാറ്റാണ് തേജ് ചുഴലിക്കാറ്റ്. പേര് നൽകിയത് ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ് പേര് നൽകിയത്. അതുപോലെ തന്നെ 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് മിഥിലി ചുഴലിക്കാറ്റ്. പേര് നൽകിയത് മാലദ്വീപാണ് പേര് നൽകിയത്. അപ്പോൾ അടുത്തിടെ വീശിയ ചുഴലിക്കാറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോണേ. അടുത്തത് 2023 തമിഴ്നാട്ടിൽ നിന്ന് GI ടാഗ് ലഭിച്ച വാഴപ്പഴം ഏതാണ്? മട്ടി വാഴപ്പഴം കേട്ടോ, മട്ടി വാഴപ്പഴം. അപ്പോൾ എന്താണ്? 2023 തമിഴ്നാട്ടിൽ നിന്നും GI ടാഗ് ലഭിച്ച വാഴപ്പഴത്തിൻ്റെ പേരാണ് മട്ടി വാഴപ്പഴം. മട്ടി വാഴപ്പഴം, മറക്കല്ലേ. അടുത്തത് യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയ കാംഗ്ര തേയില കൃഷി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹിമാചൽ പ്രദേശാണ്, ഹിമാചൽ പ്രദേശ്. അപ്പോൾ എന്താണ്? യൂറോപ്യൻ കമ്മീഷൻ GI ടാഗ് നൽകിയ കാംഗ്ര തേയില കൃഷി ചെയ്യുന്ന സംസ്ഥാനം എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശാണ്, ഹിമാചൽ പ്രദേശാണ് വരുന്നത് കേട്ടോ, മറക്കല്ലേ. അടുത്തത് നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഈയിടയ്ക്കാണല്ലോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ വിസ്തൃതി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം 65,000 ചതുരശ്ര മീറ്ററാണ്. 65,000 ചതുരശ്ര മീറ്ററാണ്. പുതിയ പാർലമെൻറ്റൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തതെന്നാണ് 2023 മെയ് 28-നാണ് ഉദ്ഘാടനം ചെയ്തത്. രൂപകൽപ്പന ചെയ്ത ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. നിർമ്മാണം ആരായിരുന്നു? ടാറ്റ പ്രൊജക്ട്സ് ലിമിറ്റഡ് ആണ് നിർമ്മാണമായിട്ട് വരുന്നത്. ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം പറയുന്നത്. ത്രികോണ ആകൃതിയിലാണ് നമ്മുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഇരിക്കുന്നത്. അതുപോലെ തന്നെ രാജ്യസഭാ ചേംബർ ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയിലാണ്. ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയിലാണ് രാജ്യസഭാ ചേംബർ വരുന്നത്. അതുപോലെ തന്നെ രാജ്യസഭാ ചേംബറിൽ 384 പേർക്കുള്ള ഇരിപ്പിടമാണ് വരുന്നത്. അതുപോലെ തന്നെ ലോകസഭാ ചേംബർ വരുന്നുണ്ട്. ലോകസഭാ ചേംബർ എന്താണ്? ദേശീയ പക്ഷിയായ മയിലിൻ്റെ മാതൃക കേട്ടോ. ലോകസഭ ദേശീയ പക്ഷിയായ മയിലിൻ്റെ മാതൃകയും രാജ്യസഭ ദേശീയ പുഷ്പമായ താമരയുടെ മാതൃകയും. അതുപോലെ തന്നെ ലോകസഭയിൽ എത്രയാണ്? 888 അംഗങ്ങൾക്കുള്ള ഇരിപ്പിടമാണ് വരുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് പ്രധാന കവാടങ്ങളാണ് വരുന്നത്. പ്രധാന കവാടങ്ങൾ നമ്മൾ പഠിച്ചാണ്. ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. അപ്പോൾ ജ്ഞാനദ്വാർ, ശക്തിദ്വാർ, കർമ്മദ്വാർ. ജ്ഞാനം, ശക്തി, കർമ്മ പ്രധാന കവാടങ്ങൾ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ജ്ഞാന, ശക്തി, കർമ്മ പ്രധാന കവാടങ്ങൾ. അതുപോലെ തന്നെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സ്മരണാർത്ഥം പുറത്തിറക്കിയ പ്രത്യേക നാണയമൊക്കെ പേസ് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. 75 രൂപയാണ്. 75 രൂപയാണ് പ്രത്യേക നാണയമായിട്ട് ഇറക്കിയത്. ആ നാണയത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു വശത്ത് ഒരു ചിഹ്നമൂല്യവും അതുപോലെ തന്നെ സിംഹമുദ്രയും ഉണ്ടായിരിക്കും. മറുവശത്ത് പാർലമെൻറ്റ് സമുച്ചയവും ചുറ്റുമായി സൻസദ് സംകുൽ എന്ന് ദേവനാഗരി ലിപിയിലും പാർലമെൻറ്റ് കോംപ്ലക്സ് എന്ന് ഇംഗ്ലീഷിലും എഴുതിയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. എന്താണ്? പാർലമെൻറ്റ് മന്ദിരത്തിലെ ശില്പ ഗ്യാലറി രൂപകൽപ്പന ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ മലയാളി ആരാണ്? ജയ ജെറ്റ്ലി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർലമെൻറ്റ് മന്ദിരത്തിലെ ശില്പ ഗ്യാലറി രൂപകൽപ്പന ചെയ്യുന്നതിന് നേതൃത്വം നൽകിയ മലയാളി ആരെന്ന് ചോദിച്ചാൽ പറയണം ജയ ജെറ്റ്ലി. ജയ ജെറ്റ്ലി. ക്ലിയർ ആണ്. അടുത്തത് വനിതാ സംവരണ ബിൽ രാഷ്ട്രപതി അംഗീകാരം നൽകി എന്നാണെന്ന് വെച്ചാൽ 2023 സെപ്റ്റംബർ 28. അടുത്തത് വനിതാ സംവരണ ബില്ലാണ്. വനിതാ സംവരണ ബില്ലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ഒരു മാർക്ക് ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വനിതാ സംവരണ ബില്ല് എന്താണ്? അഥവാ നാരി ശക്തി വന്ദൻ അധിനിയം കേട്ടോ. നമ്മുടെ 106 ഭരണഘടനാ ഭേദഗതിയാണ്. എന്താണ് വനിതാ സംവരണ ബില്ല് എന്ന് പറയുന്നത്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്ന നിയമമാണ്. നമുക്കറിയാം വനിതാ സംവരണ ബില്ല്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ആദ്യ ബില്ലൂടെയാണ്. അതുപോലെ 128 ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അത് 2023 സെപ്റ്റംബർ 19 ആരാണ് അവതരിപ്പിച്ചത്?
അർജുൻ റാം മേഘ്വാൾ ആണ് അവതരിപ്പിച്ചത്. ലോകസഭ അംഗീകരിച്ചത് 2023 സെപ്റ്റംബർ 20, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യസഭ അംഗീകരിച്ചത് ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് 2023 സെപ്റ്റംബർ 21. അതുപോലെ തന്നെ നമ്മുടെ ബില്ല് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് 2023 സെപ്റ്റംബർ 28 കേട്ടോ, 28 മറക്കല്ലേ. അപ്പോൾ വനിതാ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കണേ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം ഏതാണ്? കൊൽക്കത്തയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലെ ഏത് നദിയിലാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. കൊൽക്കത്തയിലെ ഏത് നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം? കൊൽക്കത്തയിലെ ഏത് നദിയിലാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അടുത്തത് സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തിയ അഭിഭാഷക ആരാണ്? സാറാ സണ്ണിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതിയിൽ ആദ്യമായി ആംഗ്യ ഭാഷയിൽ വാദങ്ങൾ നടത്തിയ അഭിഭാഷക ആരാന്ന് ചോദിച്ചാൽ പറയണം സാറാ സണ്ണി. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം ബീഹാറാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം കേരള ഹൈക്കോടതിയാണ്. മറക്കല്ലേ. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ വിധി പ്രസ്താവിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല കൊല്ലമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പറയണം കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല. അപ്പോൾ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ച സർവകലാശാലയാണ് കേരള സർവകലാശാല. അതുപോലെ തന്നെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീയണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് കേട്ടോ. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീയണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷൻ്റെ പേരാണ് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. അപ്പോൾ ഈ നമ്മുടെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ അനാസ്ഥയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴയിട്ടതാരാണ്? ദേശീയ ഹരിത ട്രിബ്യൂണലാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. അതുപോലെ തന്നെ ബ്രഹ്മപുരം ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? കൊച്ചി കോർപ്പറേഷനിലാണ് ബ്രഹ്മപുരം ഉൾക്കൊള്ളുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതി ഏതാണ്? സ്നേഹാരാമം പദ്ധതി. അടുത്തത് ആഗോള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI ഉച്ചകോടി 2024 വേദിയാവുന്നത് എവിടെയാണ്? കൊച്ചിയാണ്. ആഗോള AI ഉച്ചകോടി 2024 വേദിയാവുന്നത് കൊച്ചിയിലാണ്. അത് ഈ ഇടയ്ക്ക് കഴിഞ്ഞല്ലോ, നമ്മൾ പത്രത്തിലൊക്കെ കണ്ടായിരുന്നല്ലോ. അടുത്തത് ഔദ്യോഗിക വൃക്ഷം, ഔദ്യോഗിക പക്ഷി, ഔദ്യോഗിക ജന്തു, ഔദ്യോഗിക പുഷ്പം എന്നിവ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ലയാണ് കാസർഗോഡ്. ജസ്റ്റ് അത് ഓർത്തിരിക്കാൻ പാടാണ്. അതിൻ്റെ ഔദ്യോഗിക വൃക്ഷവും പക്ഷിയും ജന്തു പുഷ്പത്തിൻ്റെയൊക്കെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് താല്പര്യമുള്ളവരൊന്ന് ജസ്റ്റ് നമ്മുടെ ക്ലാസ് കണ്ടത്, ക്ലാസ്സിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിൽ ആദ്യം എന്ന് പറഞ്ഞ്. അപ്പം ഔദ്യോഗിക വൃക്ഷം, ഔദ്യോഗിക പക്ഷി, ഔദ്യോഗിക ജന്തു, ഔദ്യോഗിക പുഷ്പം എന്നിവ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പറയണം കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം ഏതാണ്? കുളത്തൂപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം കുളത്തൂപ്പുഴയിലാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക ഐറിസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മിനിറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ്. വെള്ളം കുടിക്കട്ടെ. അടുത്തത് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക എവിടെയാണ്? ഐറിസ് ആണ്. ഈ ഐറിസ് തിരുവനന്തപുരം ജില്ലയിലെ തന്നെ കല്ലമ്പലത്തെ KTCT സ്കൂളിലാണ് ഈ ഐറിസ് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപികയെ അവതരിപ്പിച്ചത് കേട്ടോ. ഐറിസ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക ആരാണ്? ഐറിസ്. കല്ലമ്പല സ്കൂളിലാണ്. കല്ലമ്പല സ്കൂളിലാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് പറയുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോസസ്സർ ഏതാണ്? കൈരളി എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയാണ് ഇത് വികസിപ്പിച്ചത്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂളും PSC ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ശാന്തിഗിരി ഭവൻ, പോത്തൻകോടുള്ള ശാന്തിഗിരി ഭവനാണ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂള്. അതുപോലെ തന്നെ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ്റെ പേര് വയ്ക്കാൻ സാധ്യതയുണ്ട്. മീഡിയാസിൽ വന്ന കേരളത്തിൽ ആദ്യമായിട്ട് വന്ന വാർത്താ അവതാരകൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇവാൻ എന്ന് പറഞ്ഞ ആളാണ്. ഇവാൻ എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യൽ അവതാരകനാണ് ഇവാൻ. അത് മീഡിയ വൺ ചാനലാണ്. മീഡിയ വൺ ചാനൽ അറിയത്തില്ല, നമ്മുടെ കേരളത്തിലെ മീഡിയ വൺ ചാനലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അവതാരകം വന്നിട്ടുള്ള ഇവാൻ. മാർക്കല്ലേ.
അടുത്ത ക്വസ്റ്റ്യൻ 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 126ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. അപ്പോൾ റാങ്കിങ് ഒക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? 2024 ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാം സ്ഥാനമാണ്. ഒന്നാമത് ഫിൻലൻഡാണ് വരുന്നത്. ഫിൻലൻഡ് 7ാമത്തെ തവണയാണ് ഒന്നാമതാവുന്നത്. അതുകൊണ്ട് ഓർത്ത് വെച്ചാൽ ഫിൻലൻഡ് 7ാമത്തെ തവണയാണ് ഒന്നാമത് വന്നത്. അതുപോലെ ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും പുറകെ നിൽക്കുന്നത് അഫ്ഗാനിസ്ഥാനാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുപോലെ തന്നെ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. അപ്പം ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യ 126, ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. 62 രാജ്യങ്ങളിൽ വിസയില്ലാതെ ഇന്ത്യക്കാർക്ക് പ്രവേശിക്കാം. അതുപോലെ തന്നെ ഇൻഡെക്സിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഹുബള്ളി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. കർണാടകയിലെ ഹുബള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായിട്ട് ഈ അടുത്ത കാലത്ത് വന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ്? ഹുബള്ളി, കർണാടക. ഹുബള്ളിയാണ്, ഹുബള്ളി, കർണാടകയാണ്. അതുപോലെ തന്നെ ലില്യപ്പ എന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലില്യപ്പ എന്ന പുസ്തകം അടുത്തിടെ ഇറങ്ങിയ പുസ്തകമാണ്. ലില്യപ്പ സാറാ ജോസഫിൻ്റെ പുസ്തകമാണ്. ലില്യപ്പ എന്ന പുസ്തകം ആരുടെയാണ്? സാറാ ജോസഫിൻ്റെയാണ്. അതുപോലെ തന്നെ കാലം സാക്ഷി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയാണ്. കാലം സാക്ഷി. അപ്പോൾ ആത്മകഥകൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഒരുപാട് പേർക്ക് അത് മാക്സിമം ഒന്ന് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അത് ആത്മകഥയെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കറണ്ട് അഫയർ പാർട്ടിയിൽ നിന്ന്. ഉമ്മൻചാണ്ടിയൊക്കെ ഓൾറെഡി ചോദിച്ചു, ഇനിയും ചോദിക്കുമെന്ന് എനിക്ക് അറിയില്ല, എന്നാലും റിപ്പീറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആത്മകഥ ഏതാണ്? കാലം സാക്ഷി. അതുപോലെ തന്നെ പുതിയൊരു പുസ്തകമാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം, റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്നീ പുസ്തകം ആരുടെയാണ്? MB രാജേഷിൻ്റെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരാജയപ്പെട്ട കമ്പോള ദൈവം, റിപ്പബ്ലിക്കിൻ്റെ ഭാവി എന്ന പുസ്തകം ആരുടെയാണ്? MB രാജേഷിൻ്റെയാണ്. പിന്നെ അടുത്തിടെ അന്തരിച്ച തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരാണ് P. വത്സല. അതുപോലെ തന്നെ വയനാടിൻ്റെ കഥാകാരി എന്നൊക്കെ P. വത്സലയെ അറിയും. P. വത്സലയുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോകണേ. അപ്പോൾ എന്താണ്? അടുത്തിടെ അന്തരിച്ച തിരുനെല്ലിയുടെ കഥാകാരി എന്നറിയപ്പെടുന്ന സാഹിത്യകാരി ആരാണ്? P. വത്സല. അതുപോലെ തന്നെ 18ാം ലോകസഭയിലെ ലോകസഭാ സ്പീക്കർ ആരാണ്? ഓം ബിർളയാണ്. ഓം ബിർള 2ാമത്തെ തവണയാണ് ആവുന്നത് സ്പീക്കറാവുന്നത്. 2ാമത്തെ തവണയാണ് സ്പീക്കറാവുന്നത്. ഈ വട്ടം ശബ്ദ വോട്ടെടുപ്പിലൂടെയാണ് ആവുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ 18ാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. സ്പീക്കർ ഓം ബിർളയാണ് വരുന്നത്. അതുപോലെ തന്നെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ആരാണ്? മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നത്. പിന്നെ ലോക്സഭാ ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക. വളരെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്ലാസ് നമ്മൾ ചെയ്ത് ചെറിയൊരു 10 മിനിറ്റ് താഴെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുക. നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള എല്ലാ കറണ്ട് അഫയറിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. ഇത് നടത്തുന്നത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതായത് കേരള സംസ്ഥാന ഫിലിം വികസന കോർപ്പറേഷനാണ്. അതിൻ്റെ ചെയർമാൻ ആരാണ്? ചെയർമാനായിട്ട് വരുന്നത് ഷാജി എൻ കരുണാണ്. മറക്കല്ലേ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന OTT പ്ലാറ്റ്ഫോം ആരാണ്? സി സ്പേസ്. OTT എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർ ദ ടോപ്പ് എന്നാണ് OTT. അതുകൂടെ ഓർത്ത് വെച്ചോ. അടുത്തത്, സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാക് കടലിനിടയ്ക്ക് സംതിങ് ആണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ്? സമുദ്ര വിഭവങ്ങളും സമുദ്ര ജൈവ വൈവിധ്യവും സംരക്ഷിക്കുന്നതിനായി മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ 2024 നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിൽ നേതൃത്വം നൽകിയ മലയാളി ആരാണ്? ഷീന റാണിയാണ്. ആ നടത്തിയ മിഷൻ്റെ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര കേട്ടോ. മിഷൻ ദിവ്യാസ്ത്ര ഒന്നുകൂടെ പറയാം, ചോദിക്കാൻ ചാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 നടന്ന അഗ്നി 5 മിസൈൽ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയ മലയാളി വനിതയാണ് ഷീന റാണി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഷീന റാണി. അവർ നടത്തിയ മിഷൻ്റെ പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ആരാണ്? ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ കേട്ടോ. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാണ്? ഷെൻഹുവ 15. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആരാണ് വരുന്നത്? ദിവ്യ അയ്യറാണ്. അതുപോലെ തന്നെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? തുറമുഖ വകുപ്പ് മന്ത്രി
VN വാസവനാണ് തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ നിലവിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? KB ഗണേഷ് കുമാറാണ്. ഈ അടുത്തിടെയാണ് അദ്ദേഹം ആയത്. അതുപോലെ തന്നെ നമ്മുടെ പുതിയ മന്ത്രിയായിട്ട് വേറൊരു പുള്ളിയുടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ വന്നിട്ടുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ മന്ത്രിയുടെ മിനിസ്റ്ററുടെ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ തന്നെ രജിസ്ട്രേഷനും പുരാവസ്തു മ്യൂസിയമാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ വകുപ്പുകളായിട്ട് വരുന്നത്. അടുത്തത് ഇന്ത്യൻ നാവികസേനയുടെ ആദ്യത്തെ ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഓർത്തു വെച്ചോ, ഇന്ത്യൻ നാവികസേനയുടെ ആദ്യ സ്വാതന്ത്ര്യ ആസ്ഥാന മന്ദിരമായ നൗസേന ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. നൗസേന ഭവൻ എവിടെയാണ്? ന്യൂഡൽഹി മറക്കല്ലേ, നൗസേന ഭവൻ എവിടെയാണ്? ന്യൂഡൽഹി. അപ്പം നമ്മൾ ഇന്ത്യ പദവികൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അതൊക്കെ വളരെ കോഡ് വെച്ചൊക്കെയാണ് കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മാക്സിമം എല്ലാവരും ഒന്ന് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭം ഏതാണ്? വോക്കൽ ഫോർ ലോക്കലാണ്. അപ്പോൾ എന്താണ്? അടിസ്ഥാന സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നീതി ആയോഗ് അടുത്തിടെ ആരംഭിച്ച സംരംഭമാണ് വോക്കൽ ഫോർ ലോക്കൽ അടിസ്ഥാന സംരംഭകത്വം കേട്ടോ. അടുത്തത് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? നിലവിലെ സുമൻ ബെറിയാണ്. ചെയർമാൻ ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും. വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യം. അടുത്തത് 2024 കേരള കലാമണ്ഡലം പുരുഷന്മാർക്ക് പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപം ഏതാണ്? മോഹിനിയാട്ടമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2024 മാർച്ചിൽ കേരള കലാമണ്ഡലം പുരുഷന്മാർക്ക് പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. മോഹിനിയാട്ടമാണ്. ആ മോഹിനിയാട്ടത്തിലല്ലേ മറ്റേ വിവാദങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്? ഏതാ നമ്മുടെ ഒരു ലേഡി ഇല്ലായിരുന്നോ? അവർ നമ്മുടെ കലാഭവനിയുടെ അനിയനെയൊക്കെ കളിയാക്കുകയും ചെയ്തില്ലേ? വെളുത്തവർക്ക് കളിക്കാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ഒരു കാര്യത്തിൽ ഓർത്തു വെച്ചാൽ മതി. 2024 മാർച്ചിൽ കേരള കലാമണ്ഡലം പുരുഷന്മാർക്ക് പഠിക്കാനുള്ള അനുമതി നൽകിയ കലാരൂപമാണ് മോഹിനിയാട്ടം മറക്കല്ലേ. അതുപോലെ തന്നെ കേരള കലാമണ്ഡലം വൈസ് ചെയർമാൻ ആരാണ്? B അനന്തകൃഷ്ണനാണ് കേരള കലാമണ്ഡലം വൈസ് ചെയർമാനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. മാക്സിമം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വിത്ത് റിലേറ്റഡ് ഫാക്റ്റാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പം ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വരുന്നത്. മാക്സിമം എല്ലാവരും 20 മാർക്കും വേണ്ടി നമ്മുടെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും 20 മാർക്ക് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടായിരുന്നു നമ്മുടെ കറണ്ട് അഫെയർ ക്ലാസ് എല്ലാം നടന്നുകൊണ്ടിരുന്നത്. ആ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ക്ലാസ്സിൻ്റെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ക്ലാസ്സും പേര് വെച്ച് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കും. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് പ്രയാസം എന്നുള്ളത് അതിനകത്ത് കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. എല്ലാം നമ്മൾ വളരെ ലളിതമായിട്ടാണ് എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എടുത്തത്. നിങ്ങൾ മെയിനായിട്ട് കാണേണ്ടത് ഇന്ത്യ പദവികൾ, കേരളം പദവികൾ, അതുപോലെ തന്നെ ഏതാണ് നോബൽ പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സാഹിത്യ അവാർഡ്, കേന്ദ്ര സാഹിത്യ അവാർഡ്, കേരള സാഹിത്യ അവാർഡ് തുടങ്ങിയ ലോക്സഭാ ഇലക്ഷനോട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻറ്റ്, കേന്ദ്ര മന്ത്രിസഭ വളരെ ഇമ്പോർട്ടൻറ്റ്, അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതെല്ലാം നമ്മൾ വളരെ കോഡുകൾ വെച്ചൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. മാക്സിമം നിങ്ങൾക്ക് എങ്ങനെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മളെല്ലാം എടുത്തിട്ടുള്ളത്. മാക്സിമം നിങ്ങളതെല്ലാം ഒന്ന് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നല്ലൊരു എക്സാം എല്ലാവർക്കും കഴിയട്ടെ. 20 മാർക്കും നമ്മുടെ കൂട്ടുകാർക്കെല്ലാം ലഭിക്കട്ടെ എന്ന രീതിയിലാണ് നമ്മളെല്ലാ ക്ലാസ്സും ചെയ്തിട്ടുള്ളത്. വളരെ ആത്മാർത്ഥതയോടാണ് നമ്മളെല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇതിൻ്റെ എല്ലാം റിസൾട്ടായിട്ട് ഇങ്ങോട്ട് തിരിച്ചു തരണം. അപ്പം ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ റിവിഷൻ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ റിവിഷൻ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ലൈക്ക് തന്നെ ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ നാളെയോടെ ഉള്ളൊരു സമയം മാക്സിമം ഈ ക്ലാസ്സൊക്കെ ഒന്ന് കണ്ട് കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് പരീക്ഷയ്ക്ക് പോകാൻ ശ്രമിക്കുക. പരീക്ഷയുമായി ബന്ധപ്പെട്ട് നാളെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും ഇതുവരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.